മഴതോറും മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ രോഹിത്തിൻ്റെ മുറിയിൽ നിന്ന് നേരെ മനു ആണെങ്കിൽ ബാലേന്ദ്രനെ കാണാൻ ചെല്ലുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. ആ മനുവോ, നീ എന്താടാ ഇങ്ങോട്ടൊക്കെ? അത് ബബിത്തിനെ കൊണ്ടാക്കിയിട്ട് വന്നയാ അങ്കിളെ എന്ന് പറയാണ്. പിന്നെ ഞാൻ മറ്റൊരു ആവശ്യമായിട്ടാണ് വന്നത്, ഒരു റെക്കമെൻഡേഷൻ. എന്ത് റെക്കമെൻഡേഷൻ? അല്ല, ഹരിയുടെ കാര്യം അലീനയെടുത്ത് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യാൻ. എങ്ങനെ റെക്കമെൻഡ് ചെയ്യാനാണെന്ന് ചോദിക്കുകയാണ്. അല്ല, അലീനയും ശരണ്യയും തമ്മിൽ നല്ല കൂട്ടാണല്ലോ. അപ്പം ഹരിയുടെ കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് ശരിയാക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറയുകയാണ്. നീ എന്ത് ഉദ്ദേശിച്ചാണ് വന്നത്? നിൻ്റെ അച്ഛനും അമ്മയും അറിഞ്ഞിട്ടാണോ നീ ഈ റെക്കമെൻഡേഷന് വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം മനു പറയാണ്, എനിക്കിതിനൊരു താല്പര്യമില്ല, ഒന്നും നടക്കത്തില്ലെന്ന് അറിയാം അങ്കിളെ. പക്ഷേ അവരാണ് എനിക്ക് ഒരു സ്വസ്ഥതയും തരാതെ എന്നെ ഇങ്ങോട്ട് തള്ളി പറഞ്ഞു വിട്ടത്. എങ്ങനെയെങ്കിലും അലീനയോട് സംസാരിച്ച് ഹരിയെ പുറത്തിറക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംസാരം മാത്രമേ ഉള്ളൂ ഇപ്പം വീട്ടിൽ നിന്ന് മനു പറയുകയാണ്. അപ്പം ബാലേന്ദ്രൻ പറയാണ്, നിനക്ക് തോന്നുന്നുണ്ടോ അലീന ആർക്കെങ്കിലും വേണ്ടി റെക്കമെൻഡ് ചെയ്യുമെന്ന്? മാത്രമല്ല, രോഹിത്തിനെ ഈ ഗതിയിലാക്കിയത് ഹരിയാണെന്ന് നല്ല ബോധ്യം അവൾക്കുണ്ട്. പിന്നെ അവൾക്ക് ഒരാളെക്കുറിച്ച് മറ്റൊരാളടുത്ത് പറയണമെങ്കിൽ ആര് റെക്കമെൻഡേഷൻ ചെയ്തില്ലെങ്കിലും അവൾ പറയും. അവൾക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യം മാത്രമേ അവൾ പറയത്തുള്ളൂ. അത് നിനക്കറിയാലോ എന്ന് പറയാണ്. അപ്പോൾ മനു പറയാണ്, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം അങ്കിളെ. പക്ഷേ വീട്ടിലെ ഒരു അച്ഛനും അമ്മയടുത്തും പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവണ്ടേ? അവരാണെങ്കിൽ എന്നെ കടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അലീനയടുത്ത് പറഞ്ഞ് ശരണയായിട്ട് സംസാരിക്കാൻ. അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റുന്നത് എന്ന് പറയുകയാണ്. പിന്നെ നീ എന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ ബാലേന്ദ്രൻ പറയാണ്. പക്ഷേ ഒരു കാര്യം ഓർമ്മ വേണം, അവളുടെ മനസ്സിൽ നിനക്കൊരു വിലയുണ്ട്, അത് നീയായിട്ട് തന്നെ ഇല്ലാതാക്കല്ലേ എന്ന് പറയാണ്. അപ്പം മനു പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം അങ്കിളെ, ഞാൻ ആകപ്പാട് ധർമ്മസങ്കടത്തിലാണെന്ന് പറയാണ്. നീ എന്താന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങ് പോവുകയാണ്. അപ്പം മനു ആകപ്പാട് ടെൻഷനിലാണ്. ഈ കാര്യം അലീനയടുത്ത് പറയണോ പറയാതിരിക്കാനും വയ്യ. പറയാതെ അങ്ങോട്ട് വീട്ടിലോട്ട് ചെന്ന് കമലയും ശിവശങ്കരും കൂടെ ശരിയാക്കും. അത് ഓർക്കുമ്പോൾ മനുവിന് പറയാതിരിക്കാനും വയ്യ. അലീനയടുത്ത് ഈ കാര്യം പറഞ്ഞാൽ അലീന ഇനി എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള ഒരു ടെൻഷനിലും മനു. അങ്ങനെ മനു ആണെങ്കിൽ ചായയൊക്കെ വരികയാണ്. അപ്പോഴത്തേക്ക് അലീനയാണെങ്കിൽ ചായയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പം അങ്കിളിനെയും രോഹിത്തിനെയും എല്ലാവരെയും കണ്ടോ എന്ന് ചോദിക്കുകയാണ്. കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത്. രോഹിത് എന്തോ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അലീന. എന്താ പറയാൻ, ഞാൻ സംസാരിച്ചതിന് ഒരു മറുപടിയും തന്നില്ല, എല്ലാം മൂളിക്കേട്ട്, അല്ലാതെ ഒരു മറുപടിയും തന്നില്ല. അച്ഛനെ കണ്ടോ എന്ന് ചോദിക്കണം. അച്ഛനെയും കണ്ട് സംസാരിച്ച്, അങ്കിളിനോട് സംസാരിച്ച്. എന്താ മനുവേട്ടൻ എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ അത് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ പറയണോ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. എന്തായാലും വരട്ടെ, നോക്കാം എന്ന് പറയാണ്. അപ്പോൾ അലീന പറയാണ്, മനുവേട്ടാ, ഞാൻ ഇന്ന് വേറൊരിടത്ത് പോകാനായിട്ട് വിചാരിക്കുകയാണ്, അത് നടക്കോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല എന്ന് പറയണേ. എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അത് ശരണ്യയുടെ വീട്ടിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ മനു ചോദിക്കുകയാണ്, നിന്നെ ആ വീട്ടിലേക്ക് അവർ കയറാൻ സമ്മതിക്കത്തില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നീ പോകുന്നത്? ഇനി അങ്ങോട്ട് ചെല്ലല്ലേ എന്നല്ലേ പറഞ്ഞേക്കുന്നതെന്ന് മനു ചോദിക്കുകയാണ്. അതൊക്കെയാണ്, എന്നാലും അവളെ ഒന്ന് കാണാൻ തോന്നുന്നു. ഇപ്പം അവളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് ഒന്നും അറിയാൻ കഴിയുന്നില്ലല്ലോ എന്ന് അലീന പറയുകയാണ്. അപ്പം മനു ചോദിക്കുന്നുണ്ട്, നീ ഇപ്പം എങ്ങനെ അങ്ങോട്ട് പോകും? ഇനി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ വെച്ചേക്കത്തില്ലെന്ന് പറയാണ്. എന്തായാലും ഞാൻ ഷാജിയേട്ടൻ്റെ ഓട്ടോയൊന്ന് വിളിച്ചിട്ടുണ്ട്. ഷാജിയേട്ടൻ്റെ ഓട്ടോയിൽ അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് നോക്കാം. ഷാജിയേട്ടൻ ആ കോളനിയിലുള്ള ആളല്ലേ. അപ്പം എന്തായാലും ഷാജിയേട്ടൻ ആ കോളനിയിൽ ചെല്ലുന്നതിന് ആരും ഒരു തടസ്സം പറയത്തില്ല. അപ്പം ഷാജിയേട്ടൻ്റെ ഓട്ടോയിൽ അങ്ങോട്ട് പോയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഷാജിയേട്ടനെ വിളിച്ചിട്ടുണ്ട്, ഷാജിയേട്ടൻ ഇപ്പം വരുമായിരിക്കും എന്ന് പറയാണ്. അപ്പം മനു ചോദിക്കുകയാണ്, എല്ലാം പ്ലാൻ ചെയ്തിട്ടാണോ എന്നോട് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അല്ല, ഞാനിത് പറഞ്ഞ് ആരും സമ്മതിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാനങ്ങ് പോകാമെന്ന് വിചാരിച്ചതെന്ന് പറയണം. അപ്പോഴത്തേക്ക് ഷാജിയുടെ ഓട്ടോ വരികയാണ്. ഓട്ടോ വന്ന് ഹോൺ അടിക്കുമ്പം അലീന വന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. അപ്പം ഷാജി ഉടനെ കണ്ടോടനെ ചോദിക്കുന്നുണ്ട്, ഇന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്? രാവിലെ തന്നെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അത് ഷാജിയേട്ടാ, എനിക്ക് ഇന്ന് മറ്റൊരിടത്തേക്കാണ് പോകേണ്ടത്. ഷാജിയേട്ട എന്നെ അവിടെ കൊണ്ടുപോകണമെന്ന് പറയാണ്. അതേവിടെ സ്ഥലം പറ എന്ന് പറയാണ്. അത് ഷാജിയേട്ടൻ്റെ കോളനിയിലേക്ക്. ഞങ്ങളുടെ കോളനിയിലേക്കോ? നീ എന്തിനാ അങ്ങോട്ട് വരുന്നത്? അത് ശരണ്യയുടെ വീട്ടിലേക്ക്. ശരണ്യ ഒന്ന് എനിക്ക് കാണണമെന്ന് പറയാണ്. അപ്പം ഷാജി പറയാണ്, കൊച്ചെ, നിന്നോട് അന്നേ പറഞ്ഞല്ലേ അങ്ങോട്ട് വരില്ലെന്ന്, ഇനി എന്തിനാ അവിടെ വന്ന് എല്ലാവരുടെയും കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടുന്നത്? അങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞാലും പിന്നെന്തിനാ അങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം അലീന പറയാണ്, എനിക്ക് ശരണ്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തോന്നൊന്നും അറിയാൻ പറ്റുന്നില്ല, ശരണ്യ ഒന്ന് കാണണം, സംസാരിക്കണം എന്ന് പറയാണ്. അപ്പം ഷാജിയാണെങ്കിൽ കൈകൂപ്പി പറയാണ്, എൻ്റെ പൊന്നു വെച്ച് എന്നെ വെറുതെ വിട്ടേരെ, ഞാൻ എന്തായാലും ഇയാളെ കൊണ്ടുപോകാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു ഓട്ടോ എടുത്തങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് വളരെ വിഷമിച്ചാണെങ്കിൽ അലീന അകത്തോട്ട് കയറുകയാണ്. അപ്പം അത് കാണുന്ന മനു ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി? അത് ഷാജിയേട്ടന് പറ്റത്തില്ലെന്ന്, ഷാജിയേട്ടന് ആ കോളനിയിലേക്ക് എന്നെയും കൊണ്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറയുകയാണ്. അപ്പം മനു ചോദിക്കുകയാണ്, അതെന്താ? അവിടെ ഭയങ്കര പ്രശ്നമാണ്, ഇനി ഷാജിയേട്ടൻ എന്നെ കൊണ്ട് കഴിഞ്ഞാൽ ഇനി ഷാജിയേട്ടനും കൂടെ പ്രശ്നം ഉണ്ടാവുമെന്ന് പേടിച്ചായിരിക്കുമെന്ന് അലീന പറയുകയാണ്. അങ്ങനെ മനു ഇത്തിരി നേരം ആലോചിച്ചിട്ട് പറയുകയാണ്,
ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ വന്നാൽ മതിയോ നിൻ്റെ കൂടെ ആ കോളനിയിലേക്കെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് അലീന അകപ്പടം ഞെട്ടുന്നുണ്ട്. അലീന പറയാണ്, അതെങ്ങനെയാ മനുവേട്ടൻ വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പം ഇങ്ങനെ എന്നോട് പെരുമാറുന്ന പോലെ ആയിരിക്കത്തില്ല മനുവേട്ടൻ എന്നോട് പെരുമാറുന്നതെന്ന് പറയാണ്. അപ്പം മനു ചോദിക്കുകയാണ്, എന്തായാലും അലീനയ്ക്ക് ശരണ്യയെ കാണണം. അപ്പം ഞാനായാലും വന്നാൽ മതിയല്ലോ, ആരായാലും വന്നാൽ പോരെ, ഷാജിയെ വിളിച്ച് അങ്ങോട്ട് പോകാൻ വിളിച്ചു, ഷാജി വരാൻ തയ്യാറില്ല, ഞാൻ വന്നാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്കും ആ കുട്ടിയൊന്ന് കാണാമല്ലോ എന്ന് പറയാണ്. അപ്പം അലീന പറയാണ്, അത് ഭയങ്കര പാടാ, അവിടെ ചെന്ന് അവർക്കെങ്കിലും ഹരിയുടെ ചേട്ടനാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർ വെച്ചേക്കത്തില്ല എന്ന് പറയാണ്. അതൊക്കെ ആരും അറിയാതെ ഞാൻ നോക്കിക്കോളാം എന്നും മനു പറയാണ്. അപ്പം നീ തയ്യാറാണെങ്കിൽ എനിക്ക് വരുന്നതിന് ഒരു കുഴപ്പമില്ലെന്ന് മനു പറയുകയാണ്. അങ്ങനെ അലീനയും മനുവും കൂടെ ശരണ്യയുടെ വീട്ടിലേക്ക് പോകാൻ തയ്യാറാവുകയാണ്. അങ്ങനെ ഇച്ചിരി പേടി അലീനയ്ക്കൊക്കെ ഉണ്ട്, എന്നാലും രണ്ടുപേരും കൂടെ അവിടെ ചെല്ലുകയാണ്. അങ്ങനെ കാറിൽ വന്ന് അവിടെ നിർത്തുമ്പോൾ മനു ആണെങ്കിലും മാസ്ക് എടുത്തിരുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുകയാണ്, ഇതെന്തിനാ എന്ന് ചോദിക്കുകയാണ്. അല്ല, മാസ്ക് കിടക്കട്ടെ, പെട്ടെന്ന് എന്നെ തിരിച്ചറിയേണ്ട, ചിലപ്പം ചാനലിലൊക്കെ എൻ്റെ മുഖം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഹരിയുടെ ചേട്ടനാന്ന്, അത് വേണ്ട, അതുകൊണ്ട് ഇത് കിടക്കട്ടെ എന്ന് മനു പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇറങ്ങി നേരെ ശരണ്യയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ചെല്ലുമ്പം തന്നെ ഉമ്മറത്ത് അച്ഛനും അതേപോലെ അച്ഛൻ ശരണ്യയുടെ അമ്മയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ ഇറങ്ങി വരികയാണ്. അപ്പം പേടിച്ചാണ് അലീന അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പം അലീന ചെന്നിട്ട് പറയാണ്, അത് ഞങ്ങൾക്കൊന്ന് ശരണ്യയെ കാണണമെന്ന് പറയാണ്. അപ്പം ദേഷ്യത്തോടെ അച്ഛൻ ഇങ്ങനെ നോക്കുവാണ്, ശരണ്യയുടെ അമ്മയും ഇങ്ങനെ അച്ഛനെ നോക്കുവാണ്. അപ്പം അലീന പറയാണ്, ഞാൻ പ്രശ്നത്തിനൊന്നും വന്നതല്ല, ഒന്ന് കണ്ട് സംസാരിക്കണം, അവളെ ഒന്ന് ആശ്വസിപ്പിക്കണം, എന്നിട്ട് ഞാൻ ഉടനെ പൊക്കോളാം എന്ന് പറയുകയാണ്. അപ്പം അച്ഛനും അമ്മയും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ശരണ്യയുടെ അമ്മ പറയാണ്, അവൾക്കിപ്പോൾ ആരെയും വിശ്വാസമില്ല, ഒരു കാര്യം ചെയ്യും, മോൾ ആദ്യം അവളെ കണ്ട് സംസാരിക്കുക, അതിന് ശേഷം നിങ്ങൾ രണ്ടുപേരും കൂടെ കണ്ടാൽ മതി എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് ഒരു ആശ്വാസമാവുന്നുണ്ട്. അങ്ങനെ അലീന അകത്തേക്ക് ചെല്ലുമ്പം അവളിങ്ങനെ ശരണ്യ ഇങ്ങനെ പുറത്തേക്ക് ജനലിലേക്ക് നോക്കിയിരിക്കുകയാണ്, ജനലിൻ്റെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര വിഷമത്തോടെ സങ്കടത്തോടെ. ഈ സമയത്താണെങ്കിൽ അലീന പുറകെ കൂടെ ചെന്ന് ശരണ്യയെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴത്തേക്ക് ശരണ്യ ഞെട്ടി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അലീന ചേച്ചി എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുകയാണ്. എന്താ മോളെ, നീ സങ്കടപ്പെട്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. ചേച്ചിയെ ഇനി ഒരിക്കലും എനിക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, ഇവരാരും ചേച്ചിയെ കാണാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അന്നേരം അലീന പറയാണ്, എനിക്ക് മോളെ കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, എങ്ങനെയായാലും മോളെ വന്ന് കാണണമെന്ന് മാത്രമേ എൻ്റെ മനസ്സിലുള്ളായിരുന്നു. അപ്പോൾ ശരണ്യ പറയാണ്, ഞാനിവിടെ ഒറ്റപ്പെട്ട പോലെ ചേച്ചി, അന്ന് മൊഴിമാറ്റി പറഞ്ഞതിന് ശേഷം ആരും എന്നോട് വന്ന് മിണ്ടാറ് പോലും ഇല്ല. ഇവിടെ വീട്ടിൽ ഓമനക്കുട്ടനും ഗോപാലകൃഷ്ണൻ പോലും എന്നോട് മിണ്ടാറില്ല. എല്ലാവരും എന്നെ കാണുന്ന ഒരു വെറുപ്പോടെ മാത്രമാണ്. ഞാൻ കാരണം അവർക്ക് നഷ്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അവർ പറയുന്നത്. എനിക്കിപ്പം ആകെപ്പാടെ ഭയമാണ് ചേച്ചിയെ കണ്ടപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായതെന്നും പറഞ്ഞുകൊണ്ട് ശരണ്യ ഭയങ്കരമായിട്ട് കരയുകയാണ്. അപ്പം അലീന സമാധാനിപ്പിക്കുന്നുണ്ട്, മോൾ എന്തിനാ കരയുന്നത്, ചേച്ചി വന്നല്ലോ, എനിക്കറിയാം, ഇനി നിനക്ക് എന്നെ കാണണമെന്ന് തോന്നി, ആ സമയം ഞാനിവിടെ എത്തിയല്ലോ, പിന്നെ എന്തിനാ നീ സങ്കടപ്പെടുന്നതെന്നും പറഞ്ഞുകൊണ്ട് അലീനയാണെങ്കിൽ ശരണ്യയെ ചേർത്ത് പിടിക്കുന്നുണ്ട്.